Alhamdulillah Rabbil Alamin. Wassalatu wassalamu ala Rasulil Amin wa ala alihi wasahbihi ajma'in. Amma ba'd. നമ്മുടെ സുഹൃത്ത് ആവലായിട്ട് സബീസ് സമർപ്പിക്കുന്ന ആ സുഹൃത്ത് നോക്ക് പേജ് 591 മനസ്സിലാവും. ഫസ്റ്റ് ആയിട്ട് സബീസ് സമർപ്പിക്കുന്ന കിട്ടിയില്ലേ? കൊടുത്താ ഫസ്റ്റ് ആയിട്ട് കണ്ട ഇതില് സബീസ് മറബിക്കൽ ഔലാന്ന് കണ്ട ആയത്ത് നോക്ക്. ഫസ്റ്റ് ആയത്ത് കണ്ട അതില് ഇത് നോക്കുന്നു. അവലാന്നുള്ള ആ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഹംസത്തുൽ വസ്ൽ, ഇവിടെ സുക്കൂൻ, ഔല. ഇങ്ങനെയാണ് കിടക്കുക. എന്താ സബീസ്മ റബ്ബിക്കൽ അല സബീസ്മ എഴുതിയിട്ടില്ല. ഇവിടുത്തെ ഈ ഇത് ലാമലിഫാണ്. എന്താണ് എന്താ ലാമലിഫ്? എന്താ ലാമലിഫിന്റെ പ്രത്യേകത? ലാമിന്റെ കൂടെ ഈ ലാം എന്ന് പറഞ്ഞ ഹർഫില്ല, അതിന്റെ കൂടെ നമ്മൾ അലിഫിട്ടാൽ എങ്ങനെ വരും? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ബാക്കി എഴുതുമ്പോൾ ബാങ്ങിന്റെ കൂടെ അലിഫിട്ടാൽ ഇങ്ങനെ എഴുതാം അല്ലേ? തായിന്റെ കൂടെ അലിഫിട്ടാൽ ഇങ്ങനെ എഴുതാം. അതേസമയം ലാമിന്റെ കൂടെ അലിഫിട്ടാൽ എങ്ങനെ എഴുതും? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്. ലാമില് ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. അൽ പ്ലസ് ആ ഈ ഉ, അല്ലിന്റെ കൂടെ ആയോ ഈയോ ഉവോ വരുമ്പോഴാണ് ലാം അലിഫ് വരുന്നത്. ഇവിടെ സബീസ്മ റബ്ബിക്കൽ ഔല എന്നുള്ളത് ഈ ആകണ്ട. ഇനി നിങ്ങൾ അതേ സൂറത്തിന്റെ എത്ര 17ാമത്തെ ആയത്തിലേക്ക് പോകും. ഏറ്റവും ലാസ്റ്റ് സുഹ്ഫി ഇബ്രാഹിമും മുസൽ തൊട്ട് മേലെ നിൽക്കുന്ന ആയത്തിലാണ് വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖ. എന്താണ് വൽ ആഖിറത്തു? അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? എങ്ങനെ? ഇത് ഹംസത്തുൽ വസ്ൽ, നോക്ക്. ഇവിടെ സബീസ്മ റബ്ബിക്കൽ ആ നീട്ടിയ ഇല്ല, അതേ റൈറ്റിംഗ് തന്നെ ഇവിടെയും വന്നിരിക്കുന്നത്. ഈ രണ്ട് റൈറ്റിംഗിലും ഒന്നിൽ ഇവിടെ ഹംസ ഉണ്ട്, ഇവിടെ ഹംസ ഉണ്ട്. ഒന്ന് സബീസ്മ റബ്ബിക്കൽ അഅല, ഇവിടെ വൽ ആഖിറത്തു, അവിടെ ആന്ന് നീട്ടി. റൈറ്റിംഗ് ഒരേപോലെ തോന്നുന്നു, പക്ഷേ ഇവിടെ നീട്ടി. കണ്ട ഇവിടുത്തെ ഇതും സെയിം, ഇതും സെയിം. കണ്ട ഇത് സെയിം ആണ്. എങ്ങനെയാണ് അത് ഓതുന്നത്, അങ്ങനെ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ടെക്നിക്ക്.
കണ്ട രണ്ടും മനസ്സിലായി സംഭവം കണ്ട ഇവിടെയും അതാണ് ഇവിടെയും അതാണ്. അതായത് ഇങ്ങനെ നിൽക്കുന്നതിൽ ഒന്ന് ആ എന്ന് വായിക്കുമ്പോൾ ഒന്ന് ആ നീട്ടി വായിക്കും അല്ലെ, ഒന്ന് ആഖിറത്തും ഒന്ന് ആഉല. എന്താ നിങ്ങൾ അതിൽ നോക്കൂ, ഒരു ഡിഫറൻസ് കാണാം. ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് എന്താ പ്രത്യേകത? നീട്ടാത്തത് എവിടെ ആയിരിക്കും എഴുതുന്നത്? ഇതിന്റെ എൻഡിലായിരിക്കും എഴുതുന്നത് അല്ലെ. നീട്ടാത്ത എവിടെ എൻഡിൽ. പിന്നീട് നീട്ടുന്നതോ മിഡിലെ ഇതിങ്ങനെ അലിഫിനെ ഇട്ടാൽ ടച്ച് ചെയ്യാതെ പോകും. കാരണം ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഇത് പ്രത്യേകത. കുറച്ചിങ്ങനെ അലിഫ് ഇവിടെ മേലുണ്ടാവും അല്ലെ. നോക്ക് രണ്ടാമത് ആഖിറത്തിന്റെ കുറച്ച് മേൽ. ഖുറാനില് അങ്ങനെ പല സ്ഥലത്തും വരുന്നുണ്ട്. അങ്ങനെയാണ് സുഹൃത്തിപ്പോ ഞാൻ ഓതിയ സുല്ലത്തും മിനൽ അവ്വലി. അവ്വലി നിങ്ങൾ സുഹൃത്ത് വാക്യ 56 സുഹൃത്തിലെ 13ാമത്തെ ആയതാണ്. സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. രണ്ടാമത്തെ എന്താണ്? അപ്പൊ ചെറിയൊരു ഡിഫറൻസ് ഇവിടെ ഉള്ളത്. എല്ലാം നമുക്കത് ഖുറാനിൽ അതിന്റെ സിമ്പിൾ എല്ലാം ഉണ്ട്. അതുപോലെ ഇത് പല സ്ഥലത്തും ഇങ്ങനെയുള്ള ആയത്തുകൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ റസീം ഉസ്മാനെ വെച്ചിട്ട് ഇത് തജ്വീദിന്റെ നിയമങ്ങളെല്ലാം നമ്മൾ ഇതിലിങ്ങനെ കാണിക്കുന്നതാണ് ഈ മുസഫിൽ. മറ്റേ ലൈനുള്ളതില്ലേ, ഇങ്ങനെ 13 ലൈനുള്ളതില്ലേ, 13 ലൈനുള്ള സുഹൃത്ത്, അത് ചെറിയ മക്കൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് ഓതണമെങ്കിൽ തജ്വീദിന്റെ റൂൾസ് കംപ്ലീറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലിപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ലാമലിഫില് ഇങ്ങനെ മേലെ വരുന്നത് കൊണ്ട് ഇങ്ങനെ ലാമലിഫ് ഇങ്ങനെ വരുന്നത്, ഇത് ഇങ്ങനെ മിഡിൽ വരുന്നത്. ഈ മിഡിൽ വരുന്ന ഭാഗം ആണ് എന്തോന്ന് നീട്ടുന്നത്. മനസ്സിലായ? അതാണ് ഇതിന്റെ ടെക്നിക്ക്. ഇത് പല ഭാഗത്തും പല സുഹൃത്തിൽ പല ഭാഗങ്ങളിലും വരുന്നുണ്ട്. സുഹൃത്ത് സുമറിലുണ്ട്, സുഹൃത്ത് ദാരിയാത്തിലുണ്ട്. അത് വീണ്ടും ഇവിടെ കിടക്കും. നമ്മൾ അത് ഓതി വരുമ്പോൾ അതിന്റെ ഇത് നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും അല്ലാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.